ചങ്ങായിമാർ ഇന്നലെ നടന്ന ചർച്ചയുണ്ടല്ല, നമ്മളെ സംഘി ശ്യാംരാജ് ഉണ്ടല്ല, ഇറങ്ങി ഓടി. ഞാൻ സാധാരണ പറയുമ്പോഴുള്ള ഓട്ടല്ല, ശരിക്കണ്ടല്ല, മൈക്കൂരിറ്റി അവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ സംഘിനെ ഓടിച്ചത് വേറെ ആരുമല്ല, നമ്മൾ ആശ്മിയും പിന്നെ രാജു പിന്നാരും കൂടിയാണ് ആ ചാണക സംഘിനെ കണ്ടും വഴി ഓടിച്ചത്. അത് മാത്രമല്ല, ഈ ചർച്ചയിലുണ്ടല്ലോ നമ്മളെ വൃത്തികെട്ട TG മോഹൻദാസ് ഉണ്ടല്ല, മോഹൻദാസിന് നമ്മൾ ആശ്മി ഉണ്ടല്ല നല്ലോണം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചാണക സംഖ്യ ഉണ്ടല്ല, മൈക്കൂരിട്ട് ഞാൻ ഈ കളിക്കില്ല എന്നും പറഞ്ഞ് കണ്ടം വഴി ഓടുന്ന ആ മനോഹരമായി ചർച്ച നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ശ്യാംരാജ്, ഇവിടെ ഈ പറയുന്ന TG മോഹൻദാസ് പറയുന്ന അയാൾ ആ പ്രായത്തിൽ ഇങ്ങനെ പറയണമെങ്കിൽ അയാൾ നിങ്ങളുടെ BJPയുടെ ഇന്റലിജൻസിന്റെ കൺവീനർ ആണെന്ന് പറയുന്നു. അയാൾ സംഘപരിവാർ സഹായത്തിലാണ്, സംഘപരിവാർ സൈദ്ധാന്തികനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് അയാൾ പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ കുട്ടികളെ ഞാമലായിരുന്നെങ്കിൽ കുട്ടികളെ കൂട്ടത്തോടെ വെടിവെച്ചു കൊണ്ട് കുറെ ശവങ്ങൾ ആശുപത്രി കൂടി 4 മണിക്കൂർ ക്ലീൻ ആക്കിയ എന്ന് മാത്രമാണോ? അതായത് റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഇവർ റേപ്പ് പരാതിപ്പെടാത്ത കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞു. വഷളത്തരത്തിന്റെ പരമാവധി BJPയുടെ ഏതോ വലിയ ഇന്റലിജൻസ് കൺവീനർ നേരത്തെ ഇന്നിപ്പോൾ നിങ്ങളുടെ MP കങ്കണ റണൌട്ട് രാജ്യത്തെ കുട്ടികളെ ഒന്നാകെ അധിക്ഷേപിക്കുന്നു. ഹിന്ദു പെൺകുട്ടികളെ പേരെടുത്തോടെ അധിക്ഷേപിക്കുകയാണ്. അവർ ഫിൽത്താണ്, അവരെന്തോ വൃത്തികെട്ടവരാണ്, അവർ വൾഗറാണ്, അവരെന്തോ ഡർട്ടിയാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, വീട്ടുകാർ പറഞ്ഞ് കേൾക്കാത്തവരാണ്. വെറുപ്പിനൊരു പരിധിയില്ലേ ശ്യാംരാജ്? പോട്ടെ, ലോക്സഭയിൽ നിന്ന് BJPയോ സർക്കാരിനോ അല്ല വിഡ്ഢികൾ എന്ന് രാഹുൽ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ട്രഷറി പേജ് അത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ഞങ്ങളെ മാത്രമാണ് തോന്നുന്നത്. എന്തിനാണ് ശ്യാംരാജ്? നോക്കൂ ഹാഷ്മി, അത്തരത്തിൽ ഇപ്പം ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇഡിയറ്റ് എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയത് അതൊരു നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ ചർച്ച നയിക്കുന്ന ആൾ, ഞാനൊരു കുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് ചർച്ച നയിക്കുന്ന ആൾ ഇഡിയറ്റ് ആണെന്ന് കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൂഫ് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ആയിരക്കണക്കിന് കുട്ടികളോട് സംബന്ധിക്കുന്നവരാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് പ്രൂഫാണത്? ഇനി സഭയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് ഞാൻ എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും? ഞാൻ സമരക്കാരായിട്ടുള്ള ഒരു കുട്ടിയോട് സംസാരിച്ചു, അപ്പോഴത്തേക്ക് പറഞ്ഞ് സമരത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് മുതലെടുക്കാൻ വന്ന ഒരു മുതലെടുപ്പുകാരാണ് ചിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആവും. അപ്പോൾ ആരെ വേണമെങ്കിലും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തർക്കിക്കാൻ വേണ്ടി പറ്റും. ആ തർക്കത്തിലൊന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള സീരിയസ് ആയിട്ട് ചർച്ച നടക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ആൾക്കാരെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അത് പറയേണ്ടെന്ന് അധികം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ ഗോലിമാരോ സാലോങ്കോ എന്ന് നിങ്ങളുടെ അനുരാഗ് താക്കൂർ പറഞ്ഞ പോലെ അത്ര പ്രശ്നമാക്കുന്നുവല്ലോ. രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ 3 വിഭാഗം ആൾക്കാരുണ്ട്. 3 വിദ്യാർത്ഥികളാണ്, 2 വിഡ്ഢികളാണ്. അവർ വിചാരിക്കും എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് കരുതും. 3 അന്തംഭക്തരാണ്. അതിനൊക്കെ പ്രശ്നം അന്തംഭക്തർ എന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢികളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഫോളോ ഇഡിയറ്റ്സ് എന്ന് പറയുകയാണ്. ആരെ പറ്റി പറഞ്ഞതല്ല, ഒരു ജനറൽ പ്രശ്നം നടത്തിയപ്പോഴേക്കും അയ്യോ എന്നൊരു ചാടി കാര്യം എന്താണ്? അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറയുന്നു എന്താണ് നന്ദൻ നിലയ്ക്ക് ടാസ്ക് ഫോഴ്സിൽ ഒരു ഗോമൂത്ര വിദഗ്ധരുണ്ട്. അപ്പോൾ തുടങ്ങി പ്രതിഷേധം. ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറയുന്നത് ബാക്കി ആർക്ക് അധിക്ഷേപം തോന്നും? നിങ്ങൾക്ക് അധിക്ഷേപം തോന്നാവോ? ഇപ്പോൾ കാമോടി ദേശമാണെങ്കിൽ അദ്ദേഹം ഗോമൂത്രത്തെ പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളാണ്. ഗോമൂത്രം ആന്റി ബാക്ടീരിയലാണ്, ആന്റി ഫംഗലാണ്, എന്തോ ഗുരുതരമായ ബവൽ സിൻഡ്രോം മരുന്നാണ്, ചുമ്മാ ഉള്ളതാണ് എന്നൊക്കെ തള്ളിയാളല്ലേ അത് നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യം ദശാം നിങ്ങളെ ബഹുമതിയെ കണ്ടല്ലേ? അല്ല, അങ്ങനെ പറയാൻ എന്താ അറിയാം, അതാ ഞാൻ പറഞ്ഞു. ഒരു സഭയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവുന്നേ. അവിടെ നടത്തിയത് രാജ്യത്തിന്റെ കുട്ടികളാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? അവർ ഉന്നയിക്കുന്ന ആവശ്യം പലയാവർത്തി ചോദ്യത്തോർന്നു. അവിടെ കൂടപ്പുറപ്പുള്ളായ 10 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കുകയാണ്. ഈ അക്രമം കൊടുക്കാൻ ആൾ ഉത്തരവിട്ടു എന്ന് മറുപടി വേണ്ട രാജ്യത്തിന്. ശ്യാമരാജ് പ്രതിപക്ഷത്തെ ചോദ്യം മാത്രമല്ല, രാജ്യത്തിന്റെ ചോദ്യമല്ലേ, മക്കളുള്ള ഓരോ രക്ഷിതാക്കളുടെ ചോദ്യമല്ലേ? അങ്ങനെ രാജ്യത്തിന്റെ യുവാക്കളെ തല്ലിച്ചതച്ചു, അവരെ ആണി വെച്ച ലാത്തി കൊണ്ട് മർദ്ദിച്ചു, അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചു, അവർക്ക് മാരകമായി പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥി കാഴ്ച തിരിച്ചിട്ടോ ഉറപ്പ് ഇപ്പോഴും ഇല്ല. അവിടെ അദ്ദേഹം അരിപ്പ പോയാക്കി പോലീസ്. ആര് ഉത്തരവിട്ടു എന്നൊരു ചോദ്യം രാജ്യത്ത് മറുപടി വേണ്ടേ? ശ്യാമേ, അത് കഴിഞ്ഞിട്ടാവാൻ ഈ ചർച്ച. മഹാത്മാഗാന്ധിയെ ഞാൻ രാഷ്ട്രപിതാവ് എന്നല്ല രാജ്യത്തിന്റെ അച്ഛൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക. അതാണ് നല്ല മലയാളം എനിക്ക് തോന്നി. അപ്പോൾ രാഷ്ട്രപിതാവിനെ, രാജ്യത്തിന്റെ പിതാവിനെ, രാജ്യത്തിന്റെ അച്ഛനെ വെടിവെച്ച് വന്ന പിതൃഘാതി, അച്ഛനെ കൊന്ന ഗോഡ്സേക്ക് ആരാധനയുള്ള നാടാണല്ലോ ഇത്. അപ്പോൾ അവിടെ ജന്തർ മന്ദിൽ കൂടിയിരിക്കുന്ന കുട്ടികളെ, കൊച്ചുമക്കളുടെ പ്രായമുള്ളവരാണെങ്കിൽ കൂടി ഇതുപോലെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നേ ഇല്ല നാർക്ക. പക്ഷേ അത് പുറത്തു പറയാനുള്ള ഒഡാസിറ്റി, ഒരു പുറത്തു പറയാനുള്ള ഉളുപ്പില്ലായ്മ കാണിച്ച ഒരുത്തൻ അത് പറഞ്ഞിട്ട് അത് മാത്രമാണോ? റേപ്പ് മോങ്കറിംഗ് നടത്തിയ മഹാവൃത്തിയോട് പറഞ്ഞ കൊച്ചുമക്കളുടെ പ്രായമുള്ള പിള്ളേരോട് മഹാവൃത്തിയോട് പറഞ്ഞ ഒരുത്തൻ അത് പറഞ്ഞതിന് അന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് 2ാമത് വീട്ടിൽ കിടന്നുറങ്ങുന്നു, 3ാം നാൾ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഈ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്നെങ്കിൽ നമ്മൾ കേരളം എന്ത് കാര്യം? ശിരാജ് നായർ തൂക്കിവാരി യാത്രണ്ടേ? അല്ലല്ല, നോക്കൂ, അതിനുള്ള കേസ് എടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിന് ആ പരാതി വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുത്തു. ആ കേസെടുത്തിട്ട് അതിന്റെ പ്രൊസീജിയർ മുന്നോട്ട് പോകും. ഇപ്പോൾ പ്രശ്നം ഇത് കേവലം ഈ പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല, മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വഷളന്റെ മാത്രമല്ല, BJPക്കകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും RSSന്റെ മുഴുവൻ ആൾക്കാരുടെയും തീവ്രവാദികളുടെയും മനോഭാവമാണിത്. ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ മനോഭാവമാണ്. അവർ സ്ത്രീകളെ നോക്കൂ, ഈ നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ഉൾപ്പെടെ നോക്കൂ, കുട്ടികളെ എങ്ങനെയാണ് ആ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ജനാധിപത്യപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിന്റെ മാർഗത്തിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ഒന്ന് കാണിച്ചു നോക്കൂ. സ്ത്രീകളെ കടന്നു പിടിക്കുകയാണ്, അവരുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തിവെച്ച് കുത്തുകയാണ്, വെറുതെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കരണക്കുറ്റി കടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഈ BJP കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ചെയ്യുമോ? അതാണ് ഇവിടെ പ്രശ്നം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവരുടെ രാഷ്ട്രീയം ഇതാണ്. ഇത്തരത്തിലുള്ള ഹെയ്റ്റ് മോങ്കറിംഗ് നടത്തിയാൽ, ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചാൽ അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടും എന്നുള്ളതിന് തെളിവല്ലേ പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്? ഇതിനപ്പുറം വേറെ എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? ഒരു ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന കുട്ടി, അവരെ ബലാത്സംഗം ചെയ്ത കൂട്ടബലാത്സംഗത്തിലെ പ്രതികളെ കോടതിയുടെയും അതുപോലെ തന്നെ മറ്റേ CBIയുടെയും എല്ലാം എതിർപ്പിനെ മറികടന്ന് അവർക്ക് ഇത് കൊടുക്കുകയാണ്, ശിക്ഷ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നവരെ ന്യായീകരിച്ച ഒരു വഷളനെ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ബലാത്സംഗത്തിലൂടെ ഇവർക്ക് ഹിന്ദുത്വം കൊണ്ടുവരാൻ വിശ്വസിക്കുന്ന മണ്ടന്മാരും വിഡ്ഢികളാണ് ഇവർ. അത് പുതിയ തലമുറയിൽ പറ്റില്ല. ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്, ലൈംഗികമായി സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്, അവരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആയുധമാണിത്.
ഇവർ ചിന്തിക്കണം, ഇവർ ഏത് തലമുറയിലാണ് ജീവിക്കുന്നത്, ഏത് തലമുറ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരാണ്. ഈ രാജ്യത്തെ നമ്മൾ പുസ്തകങ്ങളിലേക്ക് പോകണ്ട, ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചത് 2002 ആ 2002 ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത കൂട്ടബലാത്സംഗങ്ങളാണ്. ബജറംഗ് ദളിന്റെ നേതാവ് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ, ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹിന്ദുത്വ തീവ്രവാദികളുടെ നിങ്ങൾ തീവ്രവാദിയാണോ? നിങ്ങൾ തീവ്രവാദിയാണോ? പറയാൻ പറ്റില്ല. വ്യക്തികളെ കുറിച്ച് പറയും, നിങ്ങൾ വ്യക്തികളെ കുറിച്ച് പറയുന്നത് ഈ രാജ്യത്ത് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ അഭിഭാഷകനാണ്, അയാളുടെ പഴയ എഞ്ചിനീയറാണ്, അയാൾ ബിജെപിയുടെ പഠിച്ച അധികം ആളാണ്, ബിജെപിയുടെ മുൻ ബൗദ്ധിക സെൽ കൺവീനറാണ്. അയാൾ പറഞ്ഞ അങ്ങേയറ്റത്തെ വൃത്തികേട് അത് ആ സെത്തെ തള്ളി പറഞ്ഞാലും അതിന്റെ പാപക്കാർ നിങ്ങളോട് മാറുമോ? ശ്യാമരാജ് അങ്ങയുടെ എന്തിനാണ് രാജു നായർ പറഞ്ഞത് ഗോഡ്സെ, രാജു നായർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയാണ്, അങ്ങേ പറ്റിയല്ല, അങ്ങയുടെ രാഷ്ട്രീയത്തെ പറ്റിയല്ല. ശ്യാമരാജ് പണി പോലെ, ശ്യാമരാജ് പണി പോലെ ആ പോയി. രാജു പിന്നാർ താങ്കൾ ശ്യാമരാജിന്റെ രാഷ്ട്രീയത്തെ കളിയാക്കി എന്നാണ് പറയുന്നത്. ചരിത്രം അറിയാത്തവർ, ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ചരിത്രം അറിയാത്തവർ ഇത്തരത്തിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കരുത്. സ്വന്തം ചരിത്രം പഠിക്കണം. അവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. വി.ഡി. സവർക്കർ ഇവർ RSS ആയിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയും, പക്ഷേ സവർക്കറിന്റെ മുഴുവൻ ചിന്താധാരയും കൊണ്ട് നടക്കും, തലയിൽ കൊണ്ട് നടക്കും. ടി.ജി. മോഹൻദാസിനെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു, പക്ഷേ RSSന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ അധികാരത്തിലുള്ള ഏറ്റവും കൂടുതൽ RSS പ്രൊമോട്ട് ചെയ്യുന്നവർ അറിയാലോ, ഈ ശശികലയും RV ബാബു ഒക്കെ ഉണ്ടാക്കുന്ന വർഗീയ വിഷയം എത്രമാത്രമാണ് ഇവർ ഏറ്റെടുക്കുന്നത്, അവരെ ഇവരെന്നിട്ട് നോർമലൈസ് ചെയ്യും. ഇത് ഇവർ കാണിക്കുന്ന ഡബിൾ ഗെയിമാണ്. ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിൽ സവർക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 1963 അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന റേപ്പ് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, ഈ സമീപകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള അക്രമങ്ങളിൽ, കലാപങ്ങളിൽ ഇതിലെല്ലാവരും സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ്. ബിൽക്കിസ് ബാനു കേസ് എന്താണെന്ന് പഠിക്കണ്ടേ? ഇന്ന് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ടല്ലോ. ആ ബിൽക്കിസ് ബാനു കേസിൽ അവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ അത്തരം നിലപാടെടുത്തു? ആ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ സാധൂകരിച്ച ഒരാൾ ഇന്ന് ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ മന്ത്രിയായി മാറുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണത്തിനപ്പുറം എന്റെ അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് എന്റെ അഭ്യർത്ഥന, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഒരു കുട്ടി പറയുന്ന വാക്ക് കേൾപ്പിക്കണം. അവർ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ഒരു റേപ്പിനെ ന്യായീകരിച്ച ഒരാളെ ഞങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ജെൻസി കുട്ടി ഈ കഴിഞ്ഞ ദിവസം നടന്ന സംവാദ പരിപാടി എടുത്ത് കേൾപ്പിച്ചു കൊടുക്ക് ഇവരോട്. അപ്പൊ ഇവർക്ക് ആവശ്യം അത് തന്നെയാണ്. ഇവർക്ക് ആവശ്യം ഹിന്ദുത്വ തീവ്രവാദ, ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം പറയാൻ പറയുന്ന മനുഷ്യനെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ലൈംഗികമായി വരെ അവരെ അധിക്ഷേപിക്കുന്ന ആൾക്കാരെ ഇവരെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഈ കളിക്കാന്ന് പറഞ്ഞ് ചാണക സംഘി കണ്ടം വഴി ഓടുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ മെയിൻ രസം എന്നറിയാം, നമ്മൾ ടി.ജി. മോഹൻദാസിനെ എല്ലാം തെറി വിളിക്കുമ്പോഴല്ല, ഇയാളെക്കാളും വൃത്തികെട്ടവനാണ് അങ്ങ് കേന്ദ്രത്തിലുള്ളത്. അതായത് നമ്മളെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയല്ല, മൂപ്പറുണ്ടല്ലോ ഈ ബലാത്സംഗത്തെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആളെന്നാണ് ആശ്മിയും രാജു പിന്നാറും പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ടി.ജി. മോഹൻദാസ് ഇത്രയും വലിയ വൃത്തികേട് പറഞ്ഞിട്ടും സംഘിയിലുണ്ടല്ല ഇപ്പോഴും ആ പരനാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ആ ചാണക സംഖ്യനെ കണ്ടം വഴി ഓടിച്ച ആശ്മിക്കും രാജു പി നായർക്കും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.